ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അഞ്ജരിയ എന്നിവർ ഉൾപ്പെട്ട സുപ്രീം കോടതി ബെഞ്ച് ജനുവരി 5-ന് ഉമർ ഖാലിദ്, ഷാർജിൽ ഇമാം തുടങ്ങി 7 പേർ ഉൾപ്പെട്ട UAPA കേസിലെ ജാമ്യ ഹർജിയിൽ പുറപ്പെടുവിച്ച ഉത്തരവ് നിയമവൃത്തങ്ങളിലും പൊതുസംവാദത്തിലും സജീവമായി തുടരുകയാണ്. 2020 ഫെബ്രുവരിയിൽ 54 പേരുടെ ജീവൻ അപഹരിക്കുകയും വ്യാപക നാശനഷ്ടങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്ത വടക്കുകിഴക്കൻ ഡൽഹിയിൽ അരങ്ങേറിയ വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട കുറ്റാരോപിതരുടെ ജാമ്യ ഹർജിയിലാണ് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചത്. പ്രസ്തുത ഉത്തരവിനെ നിയമവൃത്തങ്ങളിൽ ഗണ്യമായൊരു വിഭാഗം ജുഡീഷ്യൽ നിയന്ത്രണം എന്നതിലുപരി കോടതിയുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിൽ നിന്നുമുള്ള ഒഴിഞ്ഞുമാറൽ എന്നാണ് വിലയിരുത്തുന്നത്. ഡൽഹി പോലീസ് ചുമത്തിയ കേസിൽ ഉൾപ്പെട്ട വിചാരണ കൂടാതെ 5 വർഷത്തിലേറെയായി തടവിൽ കഴിഞ്ഞു പോന്ന 7 പ്രതികളാണ് അവസാന ആശ്രയമായ പരമോന്നത കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചിരിക്കുന്നത്. ഇവരിൽ ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, മീരാൻ ഹൈദർ, ഷദാബ് അഹമ്മദ്, ഗുൽഫിഷ ഫാത്തിമ എന്നിവർക്ക് കോടതി കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചു. എന്നാൽ അതേ കുറ്റം ചുമത്തപ്പെട്ട ഷാർജിൽ ഇമാം, ഉമർ ഖാലിദ് എന്നിവർക്ക് ഇരുവരും ആരോപിതമായ ഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രകരാണെന്ന ഡൽഹി പോലീസിന്റെ വാദം അംഗീകരിച്ച് ജാമ്യം നിഷേധിച്ചു. മാത്രമല്ല, ഇരുവർക്കും അടുത്ത 1 വർഷക്കാലത്തേക്ക് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള അവസരവും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് 2021 ഒരു സമാന കേസിൽ സുപ്രീം കോടതി 3-അംഗ ബെഞ്ചിന്റെ വിധിക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മതിയായ വിചാരണ, പുരോഗതി കൂടാതെ ദീർഘകാലം കുറ്റാരോപിതനെ തടവിൽ സൂക്ഷിക്കുന്നത് ഭരണഘടനാ ഇടപെടൽ ക്ഷണിച്ചു വരുത്തുന്നു എന്നായിരുന്നു ആ വിധിയുടെ വിലയിരുത്തൽ. ഒരു കുറ്റകൃത്യത്തിന് നിഷ്കർഷിക്കുന്ന ശിക്ഷാ കാലാവധിയുടെ ഗണ്യമായ ഭാഗവും വിചാരണയുടെ അഭാവത്തിൽ തടവിൽ കഴിയേണ്ടി വരുന്ന കുറ്റവാളിയുടെ കാര്യത്തിൽ നിയമാനുസൃത ജാമ്യവ്യവസ്ഥയുടെ കാഠിന്യത്തിൽ മൃദു സമീപനം വേണ്ടിവരുമെന്ന് ഭരണഘടനാ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. പരമോന്നത കോടതിയുടെ സുവ്യക്തമായ ആ നിലപാടാണ് ഇപ്പോഴത്തെ വിധിയിലൂടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഡൽഹി കലാപത്തിന് പിന്നിലെ വിപുലമായ ഗൂഢാലോചനയിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടവർ ഉൾപ്പെട്ടതായാണ് ഡൽഹി പോലീസ് ആരോപിക്കുന്നത്. സംരക്ഷിത സാക്ഷികൾ നൽകിയതായി പറയപ്പെടുന്ന തെളിവുകൾ മുദ്രവച്ച കവറുകളിൽ കോടതിയുടെ പക്കലാണ് ഉള്ളത്. അവ പ്രതികളുടെ അഭിഭാഷകർക്ക് പ്രാപ്യമല്ല. ആ തെളിവുകൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ രൂപത്തിലുള്ളതും ആധികാരികത ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഇത്തരം ഇലക്ട്രോണിക് തെളിവുകൾ കുറ്റാരോപിതരുടെ ഉപകരണങ്ങളിൽ വിന്യസിപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ മടിക്കില്ലെന്നതിന് തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. ഭീമ കൊറേഗാവ് കേസിൽ കുറ്റാരോപിതരായവരുടെ കമ്പ്യൂട്ടറുകളിൽ ഇത്തരം തെളിവുകൾ പുറത്തുനിന്നും സ്ഥാപിക്കപ്പെട്ടതായി സ്വതന്ത്ര അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ടിരുന്നു. ആ കേസിൽ കുറ്റാരോപിതനായ റോണോ വിൻസന്റെ കമ്പ്യൂട്ടറിൽ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതായി തെളിവുകൾ മാൽവെയർ ഉപയോഗിച്ച് സ്ഥാപിച്ചതായി വിദഗ്ധർ കണ്ടെത്തിയിരുന്നു. ഭീമ കൊറേഗാവിലാകട്ടെ വടക്കുകിഴക്കൻ ഡൽഹി കലാപ കേസിലാവട്ടെ പോലീസിനോ അന്വേഷണ ഏജൻസികൾക്കോ വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കു ശേഷവും രാജ്യദ്രോഹ പ്രവർത്തനം, തീവ്രവാദം, ഗൂഢാലോചന തുടങ്ങി അവർ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ യാതൊന്നും കണ്ടെത്താനോ തെളിയിക്കാനോ ആയിട്ടില്ല. കുറ്റാരോപിതരുടെ പൗരാവകാശങ്ങളും അടിസ്ഥാന മനുഷ്യാവകാശങ്ങളും നിഷേധിക്കുകയും അവരെ എക്കാലത്തേക്കും തുറങ്കിലടച്ച് ഇഞ്ചിഞ്ചായ മരണത്തിലേക്ക് തള്ളിവിടുകയെന്നതിനപ്പുറം മറ്റൊന്നും ഭരണകൂടത്തിന്റെയും അവരുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന പോലീസിന്റെയും അന്വേഷണ ഏജൻസികളുടെയും ലക്ഷ്യമല്ലെന്ന് വ്യക്തം. ഡൽഹി കലാപത്തിന് ആഹ്വാനം ചെയ്തവരും അതിന് നേതൃത്വം നൽകിയവരും ഭരണകൂട സംരക്ഷണയിൽ യഥേഷ്ടം വിഹരിക്കുമ്പോഴാണ് ഇത്. അതിൽ UP മുഖ്യമന്ത്രിയും ലോക്സഭാ അംഗവും ഡൽഹി മന്ത്രിസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നു എന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും പരിഹാസ്യാവസ്ഥയാണ് തുറന്നുകാട്ടുന്നത്. ഉമർ ഖാലിദ്, ഷാർജിൽ ഇമാം എന്നിവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് ഉയർത്തുന്ന ധാർമ്മികവും നിയമപരവുമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഭരണകൂടം വിസമ്മതിക്കുക സ്വാഭാവികം മാത്രം. എന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യ പൊതുസമൂഹത്തിന് ഈ കൊടിയ നീതി നിഷേധം കണ്ടില്ലെന്ന് നടിച്ച് എത്ര ദൂരം മുന്നോട്ടു പോകാനാവും? ഇത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാരുടെ പ്രശ്നമല്ല, മറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും വിയോജിപ്പ് രേഖപ്പെടുത്താനും മടിക്കാത്ത, ഭയപ്പെടാത്ത ഓരോ ഇന്ത്യൻ പൗരനെയും കാത്തിരിക്കുന്ന വെല്ലുവിളിയും ഭീഷണിയുമാണ്. രാജ്യത്തിന്റെ നിലനിൽപ്പിനു നേരെ ഭീഷണി ഉയർത്തുന്ന ആരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം. എന്നാൽ നിയമപ്രക്രിയ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുകയെന്നത് നീതിയുടെ നിഷേധമാണ്, പൗരാവകാശങ്ങളുടെ ലംഘനമാണ്. അതിന് അറിഞ്ഞോ അറിയാതെയോ നീതിപീഠം തന്നെ കൂട്ടുനിൽക്കുകയോ ഒത്താശ ചെയ്യുകയോ അത്തരം ഒരു പ്രതീതി ജനമനസ്സുകളിൽ സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പിനു നേരെ ഉയരുന്ന വെല്ലുവിളിയാണ്.